പാചക ആവശ്യത്തിനുള്ള പ്രകൃതിവാതകം പൈപ്പുകളിലൂടെ അടുക്കളകളിൽ എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയിൽ തലസ്ഥാനത്ത് നൽകിയത് 19,978 ഗാർഹിക കണക്ഷനുകളെന്ന് സിറ്റി ഗ്യാസ് പദ്ധതി ചുമതലയുള്ള AG&P പ്രഥം കമ്പനി അധികൃതർ. ദ്രവീകൃത ഇന്ധനം വേർതിരിക്കുന്നതിനുള്ള തിരുവനന്തപുരത്തെ രണ്ടാമത്തെ പ്ലാന്റ് തോന്നയ്ക്കലിൽ ആരംഭിക്കും. നിലവിൽ കൊച്ചുവേളിയിൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. 8 വർഷം കൊണ്ട് നഗരത്തിലെ എല്ലായിടത്തും കണക്ഷൻ ലഭ്യമാക്കുമെന്നും കമ്പനി അധികൃതർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 LCNG ലിക്വിഡ് കൊണ്ടുവന്ന് പെട്രോനെറ്റിൽ നിന്ന് ലിക്വിഡ് കൊണ്ടുവന്ന് കൺവെർട്ട് ചെയ്ത് ഗ്യാസാക്കി മാറ്റുന്ന 2 സ്റ്റേഷനാണ്. ഒന്ന് ചേർത്തല നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്, ഒരെണ്ണം ഇവിടെ തിരുവനന്തപുരത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ സ്ഥാപനം ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിലവിൽ ഞങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ 26,295 പേരും തിരുവനന്തപുരം ജില്ലയിൽ 19,978 ഏകദേശം 46,000 മീതെ കണക്ഷൻസ് ഇപ്പം നിലവിലുണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ലയേക്കാൾ അല്പം പിന്നിലാണ്, എങ്കിലും 20,000 ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പുതിയ മേഖലയിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു കയറിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലോട്ട് ഇപ്പോഴാണ് ഈ അടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് തിരുവനന്തപുരം മണ്ഡലവും കഴക്കൂട്ടം മണ്ഡലവുമായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 8 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് ഒരു വർക്കിംഗ് പ്ലാനാണ് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. 25 വർഷമാണ് എക്സ്ക്ലൂസീവ് പീരീഡ്. ഇതിൽ ഇപ്പം 25 വർഷമാണ്. ഞങ്ങൾ 2019 അവാർഡ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഞങ്ങൾ നിലവിൽ കേരളത്തിൽ വീടുകളിൽ ഗാർഹിക കണക്ഷൻ കൊടുക്കുന്നത് അല്പം പിന്നിലാണ്, ടാർഗറ്റിനേക്കാൾ പിന്നിലാണ്. പക്ഷെ ഞങ്ങളത് ഓവർകം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള എല്ലാ സെക്ടറും എന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ ഇടുന്നതായാലും CNG വിതരണം, വാഹനങ്ങൾക്കുള്ള വിതരണമായാലും എല്ലാം ഞങ്ങൾ ടാർഗറ്റിന് മീതെയാണ്.